ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, പെസഹ കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുക. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈശോയുടെ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മുടെ സ്നേഹത്തിനു മുൻപിൽ ഒരു മോഡലായി നിൽക്കുന്നത് ഈശോ തന്നെയാണ്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഈശോ ജീവിതം വഴി വെളിപ്പെടുത്തി. സ്നേഹം ആരംഭിക്കുന്നത് ക്ഷമയുടെ തിരുനാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെളിയുമ്പോഴാണ്. ക്ഷമിക്കാൻ പറ്റാത്ത മനുഷ്യ മനസ്സുകളെയാണ് ഈശോയുടെ സ്നേഹം പരാജയപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. അനുദിനം നാം അർപ്പിക്കുന്ന ദിവ്യബലി, സ്നേഹത്തിന്റെ ബലി, ഒരു സ്നേഹമായി സ്നേഹത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമാകുവാൻ ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ ചില ബലി കഴിക്കലുകളെ ക്ഷമയെന്ന് വിളിക്കാം. ക്ഷമയുടെ ബലിയിലൂടെ മാത്രമേ നമുക്ക് സ്നേഹമാകാൻ സാധിക്കൂ. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് മുന്നിൽ, മുറിവുകൾ ഒത്തിരി സമ്മാനിച്ചവരുടെ മുന്നിൽ, നമ്മെ വേദനിപ്പിച്ചവരുടെ മുന്നിൽ മനസ്സ് പ്രതികാരത്തിനായും പകരത്തിനു പകരം ചെയ്യാനായും വെമ്പൽ കൊള്ളുമ്പോൾ ക്ഷമയുടെ അരൂപിയാൽ നിറയാൻ കഴിഞ്ഞാൽ നാം ഈശോ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹം ജീവിക്കുന്നവരാകും. ഇന്ന് ഒത്തിരി കുടുംബങ്ങൾ തകരുന്നതിന്റെ അടിസ്ഥാന കാരണം പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ക്ഷമിക്കാൻ കഴിഞ്ഞാലേ സ്നേഹിക്കാൻ കഴിയും. സ്നേഹമുള്ളിടത്ത് പാപത്തിനു സ്ഥാനമില്ല. 1 പത്രോസ് 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാൻ സാധിക്കാത്ത മനസ്സിന്റെ അറകളിൽ നിന്നാണ് പാപത്തിന്റെ വേര് നമ്മിലേക്ക് ആഴ്ന്നു ഇറങ്ങുന്നത്. ഇന്നത്തെ സുവിശേഷം 3 കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്: ക്ഷമ, അതിൽ നിന്ന് മുളയെടുക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിൽ നിന്ന് കടപൊഴുകുന്ന പാപം. ഇവ 3 കൂടി ചേരുമ്പോഴാണ് നമ്മിൽ രക്ഷയുടെ പ്രകാശം തെളിയുക. നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒത്തിരി മുറിവുകൾ നാം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ്. കാരണം നമ്മിലുള്ള മുറിവുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആദ്യമേ നമ്മുടെ മുറിവിനെ ഉണക്കുവാൻ ക്ഷമയെന്ന ഔഷധം നമ്മിൽ നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കുന്നവരിൽ നിന്ന് സ്നേഹത്തിന്റെ കിരണങ്ങൾ ഉത്ഭവിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള 2-ാം വായനയിൽ സൂചിപ്പിക്കുന്നത് പോലെ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ക്ഷമയിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിന്റെ കൂടാരത്തിൽ പ്രവേശിച്ച് അവനിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി, സ്നേഹിക്കുന്ന മക്കളായി, പാപത്തിൽ നിന്ന് മുക്തരായി രക്ഷ സ്വന്തമാക്കാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ.